നമസ്കാരം. പ്രധാന വാർത്തകൾ. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ LDF നേതൃത്വത്തിൽ തൊടുപുഴ വൈദ്യുതി ഭവനിലേക്ക് മാർച്ച് നടത്തി. ഇന്റേൺ LPG സിലിണ്ടറുകളുടെ പരിശോധനയിൽ തൂക്കക്കുറവ് കണ്ടെത്തി. ഒരു വാഹനത്തിൽ നിന്ന് തൂക്കക്കുറവുള്ള 8 സിലിണ്ടറുകൾ പിടിച്ചെടുത്തു. അബ്കാരി നിയമ ഭേദഗതി റദ്ദാക്കൽ. തൊടുപുഴയിൽ ബാറുകളുടെ എണ്ണം വീണ്ടും വർദ്ധിക്കും. വിശദമായ വാർത്തകളിലേക്ക്. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ LDF നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രകടനവും വൈദ്യുതി ഭവന് മുന്നിൽ ധർണയും നടത്തി. നഗരം ചുറ്റി LDF പ്രകടനം വൈദ്യുതി ഭവന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ AITUC നേതാവ് K. സലീംകുമാർ ഉദ്ഘാടനം ചെയ്തു. വിവിധ കക്ഷി നേതാക്കൾ സംസാരിച്ചു. വൈദ്യുതി ബോർഡ് സ്വകാര്യവൽക്കരിക്കുവാനുള്ള നടപടി കേരളത്തിലെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആരംഭിച്ചിരിക്കുകയാണ്. ആ സ്വകാര്യവൽക്കരണ പ്രക്രിയയെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങളുടെ മേൽ ഇത്രയേറെ അധികമായ ഒരു വൈദ്യുതി ചാർജ് അടിച്ചേൽപ്പിക്കുവാനുള്ള ഒരു തീരുമാനമാണ് ഉമ്മൻചാണ്ടി എടുത്തിട്ടുള്ളത് എങ്കിൽ ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുവാൻ കേരളത്തെ സ്നേഹിക്കുന്ന, കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. ഞങ്ങളുടെ പ്രതിഷേധം ശക്തമായി മുന്നോട്ട് കൊണ്ടുവരുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വൈദ്യുതി ചാർജ് വർധനവിന്റെ കാര്യത്തിൽ മാത്രമല്ല ഉമ്മൻചാണ്ടി ഗവൺമെന്റ്, ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ മേഖലകളിലും വിലവർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ആദ്യമുണ്ടായത് ബസ് ചാർജാണ് വർദ്ധിപ്പിച്ചത്. ബസ് ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് വിലവർധനവിലേക്കുള്ള നടപടികൾ ആരംഭിച്ചത്. അങ്ങനെ ഏതൊരു മേഖല പരിശോധിച്ചാലും വിലവർധനവിന്റെ കുത്ത് ഒഴുക്കായി മാറിയിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ ജനങ്ങൾ പനി മൂലം ആശുപത്രിയിൽ കിടന്ന് മരുന്ന് മേടിക്കുവാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നു. ഈ സമയത്തും പ്രിയപ്പെട്ടവരെ 10-300 മടങ്ങാണ് മരുന്നിന്റെ വില ഈ കേരള സംസ്ഥാനത്ത് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞതെന്താണ്? ഇങ്ങനെ സ്വകാര്യ മുതലാളിമാരായിട്ടുള്ള മരുന്ന് ഉൽപാദകർ മരുന്നിന്റെ വില വർദ്ധിപ്പിച്ച കാര്യം ഞാൻ അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അപ്പൊ കേരളത്തിലുണ്ടാകുന്ന വിലവർദ്ധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കേരളം ഭരിക്കുന്ന ഗവൺമെന്റിന് യാതൊരു ബന്ധവുമില്ലാത്ത തരത്തിലുള്ള സംസാരമാണ് ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ മറ്റു മന്ത്രിമാരും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ജനവിരുദ്ധ സമീപനത്തിനെതിരായിട്ടുള്ള പോരാട്ടം അതിരൂക്ഷമായി, അതിശക്തമായി വളർത്തിക്കൊണ്ടുവരേണ്ട സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്റേൺ LPG സിലിണ്ടറുകളുടെ തൂക്കത്തിൽ കുറവുള്ളതായി പരിശോധനയിൽ കണ്ടെത്തി. ലീഗൽ മെട്രോളജി വിഭാഗം നടത്തിയ പരിശോധനയിലാണ് തൂക്കക്കുറവ് കണ്ടത്. മുതലക്കോടത്ത് നിന്ന് വിതരണത്തിന് പോവുകയായിരുന്ന ഒരു ലോഡ് പാചകവാതക സിലിണ്ടറുകളാണ് പരിശോധിച്ചത്. 8 സിലിണ്ടറുകൾക്ക് തൂക്ക കുറവുള്ളതായതാണ് കണ്ടെത്തിയത്. ഇവ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബോട്ട്ലിംഗ് പ്ലാന്റിൽ നിന്ന് സീൽ ചെയ്തെത്തുന്ന സിലിണ്ടറുകളാണ് ഇവ. അബ്കാരി നിയമ ഭേദഗതി ഹൈക്കോടതി റദ്ദാക്കിയതോടെ തൊടുപുഴയിൽ ബാറുകളുടെ എണ്ണം വീണ്ടും വർദ്ധിക്കും. ബാറുകൾ തമ്മിലുള്ള ദൂരപരിധി വ്യവസ്ഥയും 3 സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് നൽകുന്നത് വിലക്കുന്നതുമായ ഭേദഗതിയാണ് റദ്ദാക്കിയത്. ഇതോടെ ബാർ ലൈസൻസ് കാത്തുകിടന്ന തൊടുപുഴയിലെ 3 ഹോട്ടലുകൾക്ക് കൂടി ലൈസൻസ് ലഭിച്ചേക്കും. 2 ഹോട്ടലുകൾക്ക് 3 സ്റ്റാർ പദവി മാത്രമുള്ളതും
ഒരു 4-സ്റ്റാർ ഹോട്ടലിന് ദൂരപരിധിയും ലൈസൻസ് ലഭിക്കുന്നതിന് തടസ്സമായിരുന്നു. 3 ഹോട്ടലുകൾക്ക് കൂടി ബാർ ലൈസൻസ് ലഭിക്കുന്നതോടെ തൊടുപുഴയിൽ ബാറുകളുടെ എണ്ണം 9 ആകും. ബീവറേജസ് കോർപ്പറേഷന്റെ 3 ഔട്ട്ലെറ്റുകൾ കൂടിയാകുമ്പോൾ വിദേശമദ്യം തൊടുപുഴയിൽ സുലഭമാകും. ടൂറിസത്തിന്റെ പേരിലുള്ള മദ്യമൊഴുക്കലിൽ ആശങ്ക ശക്തമാണ്. തൊടുപുഴ മൂവാറ്റുപുഴ റോഡിൽ വീണ്ടും വാഹനാപകടങ്ങൾ വർദ്ധിക്കുകയാണ്. അമിത വേഗത അപകട കാരണമാകുന്നതായാണ് വിവരം. അപകട മേഖലയായ വേങ്ങച്ചൂട്ടിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരൻ മരിച്ചതാണ് അവസാനമുണ്ടായ അപകടം. ആലപ്പുഴ സ്വദേശി 30 വയസ്സുള്ള സജി റസാലിയാണ് കഴിഞ്ഞ ദിവസത്തെ അപകടത്തിൽ മരിച്ചത്. കുടുംബാംഗങ്ങൾക്കും അപകടത്തിൽ പരിക്കേറ്റു. അമിത വേഗത്തിലെത്തിയ സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നെന്ന് ദൃക്സാക്ഷി പറയുന്നു. അത് വണ്ടിയുടെ തന്നെ ഒരു അമിത വേഗതയാണ് ഇതിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഡ്രൈവർമാരുടെ അശ്രദ്ധയുണ്ട്, ഓവർടേക്കാണ് ഇതിൽ മെയിനായിട്ട് വരുന്ന ഒരു വിഷയം കാര്യങ്ങളും. പിന്നെ സ്കൂൾ സമയത്തായാലും ഈ ഇതിലെ ബസ്സുകാർ നല്ല ഓവർ സ്പീഡിലാണ് ഇതിൽ പോകുന്നത്. അങ്ങനെയുള്ള എല്ലാ ദിവസവും ആക്സിഡൻറ്റും കാര്യങ്ങളായിട്ടാണ് നമ്മുടെ ഈ കുഴമൺ റൂട്ടിൽ നടക്കുന്ന സ്ഥിരമായ ഒരു സംഭവം തന്നെയാണിത്. ഇപ്പോൾ തന്നെ ഇത് ഈ ആക്സിഡൻ്റ് ആയത് ഇവിടെ ഇപ്പോൾ അടുത്ത് തന്നെ ആയിട്ട് ഒരു 10-12ാമത്തെ ഒരു ആക്സിഡൻ്റാണ് ഇതിപ്പോൾ അടുത്തതായിട്ട് തന്നെ നമുക്ക് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ തന്നെ സമീപനാളിൽ 12ഓളം അപകടങ്ങൾ ഉണ്ടായി. ഒരു സമയത്ത് സജീവമായിരുന്ന വേഗതാ പരിശോധന ഇപ്പോൾ നടക്കാത്തത് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമായതായി പറയപ്പെടുന്നു. CMP ഏരിയ സെക്രട്ടറിയായി MH അഹമ്മദിനെ വീണ്ടും തെരഞ്ഞെടുത്തു. 17 അംഗ ഏരിയ കമ്മിറ്റിയെയും തെരഞ്ഞെടുക്കപ്പെട്ടു. തൊടുപുഴ NSS ഹാളിൽ ചേർന്ന ഏരിയ സമ്മേളനം ജില്ലാ സെക്രട്ടറി K. സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. MH അഹമ്മദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. NP നാസർ, അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അതുകൊണ്ട് തന്നെ പല പ്രതിനിധി സഭാകൾക്കും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഈ പ്രതികൂല കാലാവസ്ഥയിൽ വളരെ പെട്ടെന്ന് സംഘടിപ്പിച്ചിട്ടും പാർട്ടിയുടെ പ്രധാനപ്പെട്ട മുഴുവൻ പ്രവർത്തകരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നിരുന്നാൽ വളരെ വിപുലമായി വീണ്ടും ഏരിയ സമ്മേളനം വിളിക്കുന്നതിനെ കുറിച്ചൊക്കെ പാർട്ടി ജില്ലാ കമ്മിറ്റിയും ഒക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കൂടുകയും ചെയ്തതാണ്. ഇനിയുമല്ല വളരെ വിശദമായ ഒരു പ്രവർത്തന റിപ്പോർട്ട് കഴിഞ്ഞ ഒരു വർഷക്കാലത്ത് ഇവിടെ അവതരിപ്പിക്കാനില്ല. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ മലയാള മനോരമ വായനാക്കളരി ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് ഓഫ് തൊടുപുഴയുടെ സഹകരണത്തോടെയാണ് വായനാക്കളരി ആരംഭിച്ചത്. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോ ജോസഫ് വായനാക്കളരി ഉദ്ഘാടനം ചെയ്തു. ചെറിയ സാമ്പത്തിക സഹായം കുട്ടികളുടെ ഭാഗത്തു നിന്നും പറഞ്ഞു. ഞാൻ സ്കൂൾ ഓപ്പണിംഗ് തന്നെ പറയാൻ പറഞ്ഞു. നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു കാര്യം ഒരു വിഷമം ഘട്ടം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ സഹായിക്കേണ്ടതായിരുന്നു. അതിപ്പോ കുട്ടിക്കും അതിൻ്റെതായ ഒരു മോശം വരുന്നില്ല. ഈ സംസാരിക്കുന്ന ഞാൻ തന്നെ ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ നമുക്കറിയാം ലക്ഷങ്ങൾ മുടക്കമുള്ള വാക്സിൻ കുട്ടിയുണ്ട്. അങ്ങനെ ആവശ്യം വന്നാൽ എനിക്കും പബ്ലിക്കിൽ നിന്ന് ചിലപ്പോൾ സ്വീകരിക്കേണ്ട ഒരു ആവശ്യം നമുക്കായിരിക്കും. അപ്പൊ തീർച്ചയായും നമ്മൾ ആ കുട്ടിയെ സംബന്ധിച്ചും അതൊരു മോശമല്ല എന്ന കുട്ടിയുടെ രക്ഷാകർത്താക്കൾ അതിൽ ആദ്യമേ തന്നെ നമ്മൾ ഇന്നലെ തന്നെ ഹോസ്പിറ്റലിൽ അത്യാവശ്യ ഭാഗത്ത് ഒരു 7,000 രൂപ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ദേവത ഹോസ്പിറ്റലിൽ അത്യാവശ്യം. അപ്പൊ തീർച്ചയായിട്ടും കുട്ടികളുടെ ഭാഗത്തു നിന്നൊരു സഹകരണം ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അതിന് ഇവിടുത്തെ എല്ലാവരും സഹകരിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ചയിൽ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിട്ട് ഒരു നിങ്ങൾക്ക് കുട്ടി എല്ലാവരും അറിയാവുന്നതല്ലേ? യെസ്, അറിയാം. വിക്ടർ യൂഗോയുടെ വിഖ്യാത കൃതി പാവങ്ങളുടെ 150ാം വാർഷികാചരണ സെമിനാർ ഓഗസ്റ്റ് 11-ന് 2 മണിക്ക് തൊടുപുഴ ടൗൺ ഹാളിൽ നടക്കും. ദേശമംഗലം രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. PN ഗോപികൃഷ്ണൻ, സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും. വൈദ്യുതി ചാർജ് വർധനയിൽ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ തൊടുപുഴ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. ഈ മാസം 31-ന് നടക്കുന്ന ഇടവെട്ടി ഔഷധ സേവയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. സെന്റർ ഫോർ സയന്റിഫിക് സ്റ്റഡീസിന്റെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച 3 മണിക്ക് തൊടുപുഴ PWD റെസ്റ്റ് ഹൌസ് ഓഡിറ്റോറിയത്തിൽ കുടുംബജീവിതത്തിൽ വ്യക്തിബന്ധങ്ങളുടെ പ്രാധാന്യം എന്ന വിഷയത്തെ സംബന്ധിച്ച് ഡോക്ടർ മായ റാണി സേനൻ പ്രഭാഷണം നടത്തും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ LDF നേതൃത്വത്തിൽ തൊടുപുഴ വൈദ്യുതി ഭവനിലേക്ക് മാർച്ച് നടത്തി.
ഇന്റേൺ LPG സിലിണ്ടറുകളുടെ പരിശോധനയിൽ തൂക്കക്കുറവ് കണ്ടെത്തി. ഒരു വാഹനത്തിൽ നിന്ന് തൂക്കക്കുറവുള്ള 8 സിലിണ്ടറുകൾ പിടിച്ചെടുത്തു. അബ്കാരി നിയമ ഭേദഗതി റദ്ദാക്കൽ. തൊടുപുഴയിൽ ബാറുകളുടെ എണ്ണം വീണ്ടും വർദ്ധിക്കും. ഈ ബുള്ളറ്റിനോട് അവസാനിക്കുന്നു. നമസ്കാരം.